നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലീനിയർ ആൾജിബ്രയാണ്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസിനെ കുറിച്ചാണ്. ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സും വൈയും ഇസഡും ഒക്കെ അൺനോൺസ് ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ആണ്. അതിനകത്ത് ഒരിക്കലും എക്സ് സ്ക്വയറിൻ്റെ ടേമോ വൈ സ്ക്വയറോ എക്സ് ക്യൂബോ വൈ ക്യൂബോ സെഡ് റൈസ് ടു 4 അങ്ങനെയുള്ള ടേംസ് ഒന്നും ഉണ്ടായിരിക്കില്ല. എക്സ് വൈ ഇസഡ് വേറെയും വേരിയബിൾസ് വരാം അൺനോൺസ് ആയിട്ട്. ഇപ്പോൾ പി എന്നോ ക്യൂ എന്നുള്ള വേരിയബിൾസ് ഒക്കെ വരാം. നോർമലി നമ്മൾ പറയുന്നത് 3 വേരിയബിൾസ് ആണ്, എക്സ് വൈ ഇസഡ്. സോ ഇങ്ങനെയുള്ള അൺനോൺസ് വരുന്ന ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് ഇങ്ങനെ കാണും. അതുപോലെ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാം. അങ്ങനെ മാറ്റിയിട്ടുള്ള മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് എങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻസ് എന്ന് നോക്കാം. സോ നോർമലി ലീനിയർ ഇക്വേഷൻസ് 3 ഇക്വേഷൻസ് മാത്രമല്ല 4 ഇക്വേഷൻസോ 5 ഇക്വേഷൻസോ ഒക്കെ വരാം. ഇവിടെ എക്സ് വൈ ഇസഡ് മാത്രമേ വേരിയബിൾസ് ആയിട്ട് വന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ വേരിയബിൾസും വരാം. എക്സ് വൈ ഇസഡ് പി ക്യു ആർ ഒക്കെ വരാം. ഇപ്പോൾ ഏറ്റവും ചെറുതെന്ന് പറയാൻ പറ്റില്ല. നോർമലി നമ്മൾ കണ്ടുവരുന്ന ടൈപ്പുള്ള ഒരു 3 ഇക്വേഷൻസ് ആണ് എടുത്തിട്ടുള്ളത്. സോ ആ ഇക്വേഷൻസിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം, ഒരു മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാം. അതിനകത്ത് ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുന്നത് ഓരോ ഇക്വേഷനിലെയും എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, വൈൻ്റെ കോഎഫിഷ്യൻറ്റ്, സെഡിൻ്റെ കോഎഫിഷ്യൻറ്റ് ഇങ്ങനെ എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ ഫോം ചെയ്യുന്നത്. ഈ മെട്രിക്സിന് നമ്മൾ പറയുന്ന പേരാണ് കോഎഫിഷ്യൻ മെട്രിക്സ്. ആൻഡ് ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കും, ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു മെട്രിക്സ് ആണ് നമ്മുടെ അൺനോൺസിൻ്റെ മെട്രിക്സ്. ഓക്കെ, അൺനോൺ ആയിട്ടുള്ള വേരിയബിൾസ് എക്സ് വൈ ഇസഡ് ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ മെട്രിക്സിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ എക്സ്. ആൻഡ് ക്യാപിറ്റൽ ബി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിൽ വരുന്ന കോൺസ്റ്റൻസിൻ്റെ മെട്രിക്സ് എഴുതും. ദാറ്റ് ഈസ് 18, 24, 4 ഇതിനകത്ത് അതാ വരുന്നത്. ആൻഡ് ടുഗദർ ഈ സിസ്റ്റത്തിനെ നമ്മൾ എങ്ങനെ എഴുതും, ഇതിനെല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ എഴുതുന്നത് എ എക്സ് ഈക്വൽ ടു ബി. ഈ ഒരു ഫോമിലാണ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ നമ്മൾ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റി എഴുതുന്നത്. ഇനി ഈ ഒരു മെട്രിക്സിനെ എനെയും ബിനെയും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സിൻ്റെ അൺനോൺസ് ആയിട്ടുള്ള എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂസ് കണ്ടെത്തും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കുന്ന 2 മെത്തേഡ്സ് ആയിരുന്നു. ഒന്ന് ക്രാമേഴ്സ് റൂളും രണ്ടാമത്തേത് ഏതായിരുന്നു, ഇൻവേഴ്സ് മെട്രിക്സും. സോ ആ 2 മെത്തേഡും അത്യാവശ്യം ലെങ്തിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഗോസ് എലിമിനേഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സൊല്യൂഷൻസ് കാണുന്നത്. സോ ആ സൊല്യൂഷൻസ് എലിമിനേഷൻ മെത്തേഡിലോട്ട് പോകുമ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സിനെ എനെയും ബിനെയും ചേർത്ത് ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫോം ചെയ്യും. സോ ആ ഒരു മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യാം, അതിനുശേഷം അതിനകത്ത് എങ്ങനെ എലിമിനേഷൻസ് നടത്താം എന്നുള്ളത് നമുക്കൊരു പ്രോബ്ലത്തിലൂടെ നോക്കാം. സോ ഇവിടെ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കുക. സോ ഇവിടെ എഗെയിൻ നമുക്ക് 3 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ആ ഇക്വേഷൻസിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു മെട്രിക്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. സോ ഇതിലെ എലമെൻറ്റ്സ് എങ്ങനെ കണ്ടെത്തിയത്, സോ ആദ്യത്തെ ഈ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോഎഫിഷ്യൻ മെട്രിക്സ് ആണ്. സോ കോഎഫിഷ്യൻ മെട്രിക്സിലെ എലമെൻറ്റ്സിനെ എടുത്തെഴുതി ദെൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, കോഎഫിഷ്യൻ മെട്രിക്സിലെ എലമെൻറ്റ്സ് എഴുതിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈൻ വരച്ചു. അതിന് ശേഷം നമ്മുടെ ബി അഥവാ അൺനോൺ മെട്രിക്സും കൂടി എഴുതി 3, 0, 17. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതിയത്. സോ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എപ്പോഴും ശ്രദ്ധിക്കുക, എങ്ങനെയായിരിക്കും വരിക, എ ദെൻ ഒരു ലൈൻ ബി. സോ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ എന്തായിരിക്കും വരിക, നമ്മുടെ കോഎഫിഷ്യൻ മെട്രിക്സ് ആയിരിക്കും. ആൻഡ് ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ വരുന്നത് അൺനോൺസ് അല്ല കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് ആയിരിക്കും. സോ ഇങ്ങനെ എഴുതുന്ന മെട്രിക്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഇനി നമ്മൾ ചേഞ്ചസ് വരുത്തുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സിനാണ്. ഓക്കെ, ഇനി ഒരു മെട്രിക്സിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് നമുക്ക് നടത്താം. ആ ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നമുക്ക് ഒരു മെട്രിക്സിലെ 2 റോകളെ ഇൻ്റർചേഞ്ച് ചെയ്യാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എന്തൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഒന്ന്, നമുക്ക് 2 റോകളെ എപ്പോഴും ഇൻ്റർചേഞ്ച് ചെയ്യാം നമുക്ക് ആവശ്യമാണെങ്കിൽ. ഇപ്പോൾ R1നെയും
R2നെയും വേണമെങ്കിൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ R1നെയും R3നെയും ഇൻ്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ R2നെയും R3നെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഒരു റോയ്ക്ക് പകരം അടുത്ത റോ എഴുതാം, രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. സോ ഒരു എലമെൻറ്റിനെ മാത്രമായിട്ടല്ല നമ്മൾ മാറ്റി എഴുതുക, ടോട്ടൽ ഒരു റോനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ R1നും R3നെയും റൗണ്ട് ചെയ്തിട്ടുണ്ട്. സോ വേണമെങ്കിൽ എനിക്ക് R1ൻ്റെ പൊസിഷനിൽ R3നെയും R3ൻ്റെ പൊസിഷനിൽ R1നെ എഴുതാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റർചേഞ്ചിങ് എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, രണ്ട് റോകൾ തമ്മിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് R1 എന്ന് പറഞ്ഞ റോയ്ക്ക് പകരമായിട്ട് നമുക്ക് എന്തെഴുതാം, R1 + R2 എന്ന് പറഞ്ഞ റോ എഴുതാം. അല്ലെങ്കിൽ R2ന് പകരം നമുക്ക് എന്തെഴുതാം, R2 + R3 എന്ന് എഴുതാം. സോ അങ്ങനെ ഒരു റോനെ മാറ്റിയിട്ട് ആ റോൻ്റെ കൂടെ വേറൊരു റോ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മൈനസ് ചെയ്യുകയോ ചെയ്യാം. ഓർത്ത് വയ്ക്കുക, രണ്ട് റോകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, ഡിവൈഡ് ചെയ്യാനും പാടില്ല, ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒരു റോനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ R1 ഇൻ്റർചേഞ്ചസ് ടു 2R2. ഓക്കെ, ടു R1, ആ റോനെ ചേഞ്ച് ചെയ്യുന്നത് ആ റോ ആയിട്ട് തന്നെയാണ്. സോ R1നെ മാറ്റി R1ൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആയിട്ട് മാറ്റാം. 2ന് പകരം 3 ആക്കാം, 1/2 ആക്കാം, 5 ആക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റോനെ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഈ ഒരു സംഗതിനെ ഈ രണ്ടാമത്തതിലോട്ട് ആഡ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞു, രണ്ട് റോകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. സോ നമുക്ക് R2 ചേഞ്ചസ് ടു 2R2 + R3 എന്നോ, R3 ചേഞ്ചസ് ടു 2R3 + 3R2 എന്നോ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, സോ രണ്ട് റോസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, അതുപോലെ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അല്ലാത്ത രീതിയിലുള്ള ഈ 3 ടൈപ്പ്, അതായത് ഇൻ്റർചേഞ്ചിങ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, ദെൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, റോയിൽ ചെയ്യാം. ഇനി ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ഈ ഒരു ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ ഒരു 1ഉം 0യും മാത്രമുള്ള ഫോമിലോട്ട് മാറ്റണം. ഓക്കെ, 1ഉം 0യും മാത്രമുള്ള ഫോമിലോട്ട് മാറ്റണം. സോ ഇവിടെ ചെയ്ത സ്റ്റെപ്പുകൾ ഓർക്കുക. നമ്മൾ ചെയ്യേണ്ട ഒരു ഓർഡർ ഉണ്ട്. നമ്മളെപ്പോഴും ഫസ്റ്റത്തെ എലമെൻറ്റിനെ 1 ആക്കി വെക്കുക. സോ പല രീതിയിൽ നമുക്ക് 1 ആക്കാം. ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ 1 ആണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഇപ്പോൾ അവിടെ 2 ആണെങ്കിൽ നമുക്ക് ആ മൊത്തം റോനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു റോയിൽ 1 ഉണ്ടെങ്കിൽ ആ രണ്ട് റോകളും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. സോ എങ്ങനെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഫസ്റ്റത്തെ എലമെൻറ്റിനെ 1 ആക്കി വയ്ക്കുക. ഫസ്റ്റ് എലമെൻറ്റ് 1, ദെൻ താഴോട്ടുള്ള രണ്ട് എലമെൻറ്റിനെയും 0 ആക്കുക. ഓക്കെ, ഇത് 1 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഫസ്റ്റ് റോ 1 അല്ലേ, സെക്കൻഡ് റോയിൽ എന്താ ഉള്ളത്, 2 ആണ്. സോ ഇവിടെ 2ൻ്റെ സ്ഥാനത്ത് നമുക്ക് 0 കിട്ടണം. അപ്പോൾ 2 - 2 ആണ് 0. സോ ദാറ്റ് മീൻസ് 2, അതായത് R2 - 2R1 ചെയ്താൽ മതി. R1ൽ 1 ആണുള്ളത്. സോ R2ൽ 2 - 2 × 1 2 2 - 2 0 എന്ന് കിട്ടും. സോ ആ ഒരു രീതിയിലാണ് നമ്മുടെ എലിമിനേഷൻ വർക്ക് ചെയ്യേണ്ടത്. സോ അങ്ങനെ എലിമിനേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് എലമെൻറ്റിനെ 1 ആക്കണം, സെക്കൻഡ് എലമെൻറ്റ് 0 ആക്കണം, തേർഡ് എലമെൻറ്റ് 0 ആക്കണം. അടുത്ത് നമ്മളിത് ഇങ്ങോട്ടാണ് പോകേണ്ടത്, ഈ എലമെൻറ്റിനെ 0 ആക്കണം. അങ്ങനെ ഏകദേശം ഈ 2-3 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് എലമെൻറ്റിനെ 0 ആക്കാൻ പറ്റും, ഏത് എലമെൻറ്റിനെ 1 ആക്കാൻ പറ്റും, ഏതൊക്കെ റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം, ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. സോ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. ഒരു 2-3-4 പ്രോബ്ലംസ് ഇങ്ങനെ ഒരു എലിമിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1 - 2 അല്ലെങ്കിൽ ഒരു 3 സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെട്രിക്സിനെ സിംപ്ലിഫൈഡ് ഫോമിലോട്ട് മാറ്റാൻ കഴിയും. സോ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എലിമിനേഷൻ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. സോ ഇനി എലിമിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, ലാസ്റ്റ് എന്ത് സംഭവിക്കും, ഏറ്റവും സിംപ്ലിഫൈഡ് ആയൊരു ഫോമിലോട്ട് നമ്മുടെ ഇക്വേഷൻ മാറും. ഞാൻ പറഞ്ഞ എലമെൻറ്റ്സ്, അതായത് ഫസ്റ്റത്തെ എലമെൻറ്റ് 1, സെക്കൻഡ് 0, തേർഡ് 0, ദെൻ ഇവിടെയും 0 വന്നിട്ടുണ്ട്, ഇവിടെ 1 വന്നത്. സോ ഈ ഒരു ഫോമിലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇപ്പോൾ ഒരു റോന് മൊത്തത്തിലാണ് ചേഞ്ച് ചെയ്യുക കേട്ടോ. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെയുള്ള എലമെൻറ്റ്സ് 3 0 17 മാറിയിട്ട് ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്, 3 - 6 -2 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ എങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻസിനെ മാറ്റി എഴുതാം. ഇപ്പോൾ ഇക്വേഷൻസ് ഏത് ഫോമിലായിരിക്കും വരിക,
ഇവിടെ എക്സിന് 1, വൈ 1, സെഡ് 1. സോ ഇത് പറഞ്ഞാൽ കോഎഫിഷ്യൻറ്റ് മെട്രിക്സിൻ്റെ ഇക്വേഷനാണ്. സോ ആ ഇക്വേഷൻസിനെ നമ്മൾ പുതിയൊരു ഫോമിലോട്ട് മാറ്റിയിടും. സോ എന്തായിട്ട് മാറും? ഫസ്റ്റ് ഇക്വേഷന് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. സോ ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു ഇവിടെ മാറി. ഇവിടെ എന്തായിട്ട് മാറിയിട്ടുണ്ട്? 3 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഇക്വേഷൻ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആയിട്ട് മാറി ഇസ് ഈക്വൽ ടു 3. രണ്ടാമത്തത് എന്തായിട്ട് മാറി? എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയി, വൈ ഇൻറ്റു 1. സോ വൈ പ്ലസ് സെഡ് ഇൻറ്റു 5. സോ 5 സെഡ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? -6. ദെൻ ലാസ്റ്റ് ഇക്വേഷൻ എക്സും വൈയും 0 ആയി, പിന്നെ സെഡിന് 1 മാത്രമേ ഉള്ളൂ. സോ സെഡ് ഈക്വൽ ടു -2. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ സെഡിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ സെഡിൻ്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും. ദെൻ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്തിൻ്റെയും കിട്ടും? എക്സിൻ്റെ വാല്യൂസും കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇക്വേഷൻസിനെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഇനി ഇത് കുറച്ചധികം പ്രോബ്ലംസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഈസി ആയിട്ട് മാറുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മെത്തേഡ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ കാണുക എന്നുള്ളതാണ്. ഓക്കെ, സോ റാങ്ക് ഓഫ് എ മെട്രിക്സ് കാണാൻ നമ്മൾക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, റോ എലിമിനേഷൻ മെത്തേഡ്സ്. അതായത് 2 റോസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ 2 റോസ് തമ്മിൽ ആഡ് ചെയ്യാം, സബ്ട്രാക്റ്റ് ചെയ്യാം, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നടത്താം. സോ ഇത്രയും സ്റ്റെപ്സൊക്കെ ചെയ്തിട്ട് തന്നിട്ടുള്ള മെട്രിക്സിനെ നമ്മൾ ഏത് ഫോമിലോട്ട് മാറ്റണം? ഈ ഒരു ഫോമിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് 1ഉം 0യും മാത്രമുള്ള ഒരു ഫോമിലോട്ട് നമ്മൾ മാറ്റണം, ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഫോമിലോട്ട്. സോ ഇവിടെ ഞാനൊരു 4x4 മെട്രിക്സ് ആണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഏറ്റവും കുറച്ചൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഇത്രയും ടഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര അധികം സ്റ്റെപ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് വരില്ല. കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഞങ്ങൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കാണിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. സോ ഈ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റാങ്ക് കാണാൻ നമ്മൾ ഇതിനകത്ത് ഈ റോ എലിമിനേഷൻ മെത്തേഡ്സ് ഓരോന്നായിട്ട് യൂസ് ചെയ്യാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് അങ്ങനെയാണ്. ഫസ്റ്റത്തെ എലമെൻറ്റിനെ 1 ആക്കുക. സോ ഇവിടെ 3 ആയിരുന്നു. സോ ആ 3നെ ഇവർ 2r3 - r1 എന്ന് പറഞ്ഞ ഓപ്പറേഷനിലൂടെ 1 ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ എലമെൻറ്റിനെയും മാറ്റിയിട്ട് ഫസ്റ്റ് എലമെൻറ്റ് 1, ദെൻ ബാക്കിയുള്ളതൊക്കെ 0, അതിനനുസരിച്ച് പിന്നെ ഇങ്ങോട്ടൊക്കെ 0 ആയിട്ട് വരും. സോ ആ ഒരു ഫോമിലോട്ട് മെട്രിക്സിനെ മാറ്റുകയാണ് ചെയ്തത്. ഇനി മാറ്റിയിട്ട് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇൻ്റർചേഞ്ചിങ്ങും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 0 0 0 0 1 0 0 0 0 1 0 0 0 0 1 ഈ ഒരു ഫോമിലോട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കിട്ടേണ്ടത്? എല്ലാ ട്രാൻസ്ഫോർമേഷനും ചെയ്തിട്ട് എലിമിനേഷനൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മെട്രിക്സ് കിട്ടേണ്ടത്. സോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോമിൽ തന്നെ വേണമെന്നില്ല, നമുക്ക് മനസ്സിലാകണം ഈ ഒരു ഫോമിലോട്ട് എത്തും എന്നുള്ള ഒരു ഫോമിലോട്ട് എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. സോ അങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ 1 0 0 അതായത് ഇങ്ങനെ ഒരു 4x4 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ പറയും ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞത് 4 ആണ്. ഓക്കെ, ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താണ്? 4 ആണ്. ഓക്കെ, ഇനി സപ്പോസ് ലാസ്റ്റ് എലമെൻറ്റ് 0 ആയി. ഇവിടെ ലാസ്റ്റ് എലമെൻറ്റും 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ മെട്രിക്സിൻ്റെ റാങ്ക് 3 ആണെന്ന് പറയും. സോ ഇവിടെ ഈ ഒരു റോയും ഇല്ല, ഈ ഒരു കോളവും ഇല്ല, ഇത് രണ്ടും ഇല്ല. ഇപ്പോൾ റാങ്ക് എന്ത് വരും? 3 വരും. സപ്പോസ് ഇവിടെയും 0 കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയും? ഈ 2 റോയും ഇല്ല, ബാക്കി റാങ്ക് 2. ഇവിടെയും 0 ആയിരുന്നെങ്കിൽ റാങ്ക് 1. സോ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടെത്തുന്നത്. സോ ഒരു 4x4 മെട്രിക്സിന് മാക്സിമം ഉണ്ടാകാവുന്ന റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 ആണ്. വേണമെങ്കിൽ നമുക്ക് 3 കിട്ടാം, 2 കിട്ടാം, 1 കിട്ടാം. സോ നമ്മൾ എലിമിനേഷൻ നടത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഈ മെട്രിക്സിൻ്റെ റാങ്ക് എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ കുറച്ചും കൂടി സിമ്പിളായിട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ I3 0 0 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 3x3 ഐഡൻറ്റിറ്റി മെട്രിക്സ്, ബാക്കിയെല്ലാം 0 ആണ് കിട്ടുന്നതെങ്കിൽ റാങ്ക് 3. I2 0 0 ആണെങ്കിൽ റാങ്ക് 2. I4 0 0 ആണെങ്കിൽ റാങ്ക് 4. സോ ഈ ഒരു ഫോമിലോട്ട് മെട്രിക്സിനെ നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള സ്റ്റെപ്സും ചെയ്തിട്ട് മാറ്റുക. അതിനുശേഷം റാങ്ക് ഡിസ്കസ് ചെയ്യുക. ഈ റാങ്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ പറ്റി കുറേ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
സോ ഇതാണ് ഒരു എക്സാമ്പിൾ. ഇവിടെ ഇവർ ചെയ്ത മെത്തേഡ്സ്, ഇവിടെ ആദ്യം ഇവർ ചെയ്തത് എയിൽ 2r3 - r1 ചെയ്യാണ്. ദെൻ അങ്ങനെ ഓരോരോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ട് മെട്രിക്സിന് ഈ ഒരു ഫോമിലോട്ട് എത്തിക്കുകയാണ്. ഈ ഒരു ഫോമിലെത്തുമ്പോൾ ഇവർക്ക് പറയാൻ പറ്റും. ഓക്കെ, താഴോട്ടും ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടോ 1 0 0. ലാസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത് 1 0 0 0 1 0 0 0 0 1 0 0 0 0 1. സോ ദാറ്റ് മീൻസ് ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 4 ആണ്. എല്ലാ മെട്രിക്സിൻ്റെയും റാങ്ക് 4 ആയിക്കൊള്ളണമെന്നില്ല. 3 ആവാം, 2 ആവാം, 1 ആവാം. ഓക്കെ, അത്രയാണ് റാങ്ക്. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ റാങ്കിൻ്റെ ചെയ്ത് നോക്കണം. എലിമിനേഷൻ മനസ്സിലാക്കാനാണ്. എലിമിനേഷൻ മനസ്സിലായാൽ നിങ്ങൾക്ക് നേരത്തെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ സൊല്യൂഷൻ കാണുന്നതും റാങ്ക് കാണുന്നതും ഈസി ആയിട്ട് മാറും. ഇതിനകത്ത് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ ഒരു 3 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് റാങ്കിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. സപ്പോസ് നിങ്ങളുടെ കയ്യിലുള്ളൊരു മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റാങ്ക് റോ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, റോ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് റാങ്ക് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ 2 മെട്രിക്സ് പറയുന്നുണ്ട്. എയും ബിയും 2 മെട്രിക്സസ് ആണ്. ഈ ക്യാപിറ്റൽ എം ക്രോസ് എൻ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെട്രിക്സിൻ്റെ സെറ്റിന് പറയുന്ന പേരാണ്. ഓക്കെ, M/n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെട്രിക്സിൻ്റെ ഓർഡറാണ്. M റോസും N കോളംസും ഉള്ള മെട്രിക്സുകളുടെ കളക്ഷൻ എന്ന് A B എന്ന് പറഞ്ഞ 2 മെട്രിക്സുകൾ എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റാങ്കിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. സോ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എക്സാമിന് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ MCQ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് ഈക്വൽ ടു 0. ഒരു മെട്രിക്സിൻ്റെ റാങ്ക് 0 ആണെങ്കിൽ ആ മെട്രിക്സ് തന്നെ എന്തായിരിക്കും? ഒരു 0 മെട്രിക്സ് ആയിരിക്കും. അടുത്ത കാര്യം എന്താ പറയുന്നത്? റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് M, സോ M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് ആണ്. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോളംസ് ആണ്. ഏതാണോ ചെറുത്, നമ്പർ ഓഫ് റോസിൻ്റെയും നമ്പർ ഓഫ് കോളംസിൻ്റെയും മിനിമത്തിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിരിക്കും എയുടെ റാങ്ക്. ഇനി റാങ്ക് ഓഫ് A + B ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് A + റാങ്ക് ഓഫ് B. എയും ബിയും 2 മെട്രിക്സ് ആണ്. സോ റാങ്ക് ഓഫ് A + B ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് A + റാങ്ക് ഓഫ് B. ഇനി എന്താ പറയുന്നത്? റാങ്ക് ഓഫ് AB ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് A, റാങ്ക് ഓഫ് B. AB എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റാങ്ക് എൻ്റെ മെട്രിക്സ് റാങ്കിനേക്കാളും ബീൻ്റെ റാങ്കിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? A, B ബിലോങ്സ് ടു MN of R. MN of R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ N ക്രോസ് N മെട്രിക്സുകളുടെ കളക്ഷനാണ്. ഓക്കെ, N/N സ്ക്വയർ മെട്രിക്സുകളുടെ കളക്ഷനാണ്. സോ അതിനകത്തുള്ള 2 മെട്രിക്സുകളാണ് എയും ബിയും. ദെൻ റോ ഓഫ് എ, അതായത് റാങ്ക് ഓഫ് A + റാങ്ക് ഓഫ് B - N ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് AB. അത് കൂടുതൽ ചോദിക്കാൻ സാധ്യത ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ദെൻ അടുത്തൊരു പ്രോപ്പർട്ടി ഉള്ളത് റാങ്ക് ഓഫ് I - AB ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് I - BA. ഓക്കെ, അത് അഗെയിൻ അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. അടുത്തെന്താ? റാങ്ക് ഓഫ് നോൺ സീറോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ് എങ്കിൽ അതിൻ്റെ റാങ്ക് എപ്പോഴും 2നേക്കാൾ കൂടുതലായിരിക്കും. ദെൻ അടുത്തെന്താ? റാങ്ക് ഓഫ് നോൺ സീറോ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓഡ് ഓർഡർ ഈസ് അറ്റ്മോസ്റ്റ് N - 1. സോ ഓർഡർ ഓഡാണ്. ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ ഓർഡർ ഓഡാണെങ്കിൽ അത് എന്നുമാണെങ്കിൽ N ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ വരുന്ന റാങ്ക് മാക്സിമം N - 1 ആയിരിക്കും. ഓക്കെ, N വരാൻ സാധ്യത കുറവാണ്. N - 1 ആയിരിക്കും എന്ത് വരിക? ഓർഡറായിട്ട് വരിക. ഇനി റാങ്ക് ഓഫ് A ഈക്വൽ ടു N ആണെങ്കിൽ, N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡറാണ്. സോ ഒരു N ക്രോസ് N മെട്രിക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. N ക്രോസ് N മെട്രിക്സ്, അതായത് ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ റാങ്ക് N ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് A നോട്ട് ഈക്വൽ ടു 0. ഇനി റാങ്ക് Nനേക്കാൾ ചെറുതാണെങ്കിൽ ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ
ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ റാങ്ക് എപ്പോഴും n തന്നെ ആയിരിക്കും. n മീൻസ് അതിൻ്റെ ഓർഡർ എന്താണോ അത് തന്നെ ആയിരിക്കും റാങ്ക്. ഇനി ട്രാൻസ്പോസ്, റാങ്ക് ഓഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ. ദെൻ റാങ്ക് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ക്യൂബ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര. സോ ഇതൊക്കെ ഫാക്ട്സ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ എ സ്ക്വയർ ഈക്വൽ ടു എ ആണെങ്കിൽ റാങ്ക് ഓഫ് എ ഈക്വൽ ടു ട്രേസ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് റാങ്കിൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാറുണ്ട് എക്സാമിന്. സോ ഓർത്ത് വയ്ക്കുക, മാക്സിമം ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക.